السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. സ്നേഹിതന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏതാനും മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. മഹാത്മാക്കളെ കണ്ടുമുട്ടുക എന്നത് ഒരു ജന്മസാഫല്യമാണ്, മഹത്തായ ഭാഗ്യമാണ്. ഒരു മഹാത്മാവിനെ കണ്ടെത്തുക എന്നത് തന്നെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിരിക്കെ, ഒരുപാട് മഹാത്മാക്കളെ കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം വിനീതനായ എനിക്കുണ്ടായി എന്ന സന്തോഷത്തിൽ നിങ്ങളെ കൂടി പങ്കുചേർക്കാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് സൂഫി ലോകത്തിനോട് മനസ്സിനെ അടുപ്പിക്കുവാനും അത് മുഖേന മാനസികമായി ചാരിതാർത്ഥ്യമടയുവാനും ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടുമുട്ടുന്നത് ഷെയ്ഖ് അബ്ദുള്ള എന്ന ഒരു മഹൽ വ്യക്തിയാണ്. നടക്കുന്ന സമയത്ത് ഓരോ പാദം വെക്കുമ്പോഴും അല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം. കറുത്ത് നീണ്ട ആ മനുഷ്യനെ ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഏതാനും ദിവസം താമസിക്കുകയും ഞങ്ങളുമായൊക്കെ അടുപ്പമുണ്ടാവുകയും ചെയ്ത അദ്ദേഹം ഭൗതികമായ ഒരു കാര്യങ്ങളും സംസാരിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പിതാവ് അത്തരം മഹാത്മാക്കളായ ആളുകളെ സ്വീകരിക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു. ഇതുപോലുള്ള ഏത് വ്യക്തികളെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയാലും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുക എന്നത് പിതാവിൻ്റെ സ്വഭാവമായിരുന്നു. അങ്ങനെ പല ആളുകളും ഞങ്ങളുടെ വീട്ടിൽ വന്നതായി ഞാൻ ഓർമ്മിക്കുന്നു. രണ്ടാമതായി ഞാൻ കണ്ടുമുട്ടിയതാണ് മഹാനായ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ തങ്ങളെ. എൻ്റെ മാതാവിൻ്റെ മൂത്തമ്മയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ ഉമ്മച്ചിയുടെ മൂത്താപ്പ എന്നാണ് ഞങ്ങൾ അവരെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നത്. വളരെ പ്രായമുണ്ടായിരുന്ന അദ്ദേഹം കറുത്ത വസ്ത്രങ്ങളും കറുത്ത കണ്ണടയുമാണ് ധരിച്ചിരുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഇദ്ദേഹം വലിയ ഒരു ഷെയ്ഖാണ് എന്ന് ആരും പറഞ്ഞറിയിക്കേണ്ടി വരില്ല. അത്രയും സുമുഖനും ഗംഭീരമായ മുഖവുമുള്ള ഒരു മഹാമനുഷ്യൻ. അദ്ദേഹത്തെ ഏതാണ്ടൊരു 3 വയസ്സ് മുതൽക്കെങ്കിലും ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്നാൽ ഏത് സമയത്താണെന്നറിയില്ല, കുറേ നേരം എന്നോട് സംസാരിച്ച ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്നെ അത്തരം മഹാന്മാരായ ആളുകളെ ഇഷ്ടപ്പെടുകയും കിട്ടുന്ന സമയത്തൊക്കെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നൊരു പതിവ് വിനീതനായ എനിക്കുണ്ടായിരുന്നു. മഹാനവറുകൾ സംസാരിക്കുന്നതിനിടെ എന്നോട് പറഞ്ഞു, എനിക്ക് 50 വയസ്സുള്ളപ്പോൾ എൻ്റെ അടുക്കൽ ഒരാൾ വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നസറായിലാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്?
അപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അദ്ദേഹം തിരിച്ചുപോയി. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനല്ലാതെ യാതൊരു ശക്തിയുമില്ല എന്നാണല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്കെൻ്റെ റൂഹ് പിടിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അസ്രായേൽ തിരിച്ചുപോയ ആ മഹാസംഭവം മഹാനവറുകൾ എന്നോട് പറയുകയുണ്ടായി. എൻ്റെ പിതാവും അദ്ദേഹവും നടന്നുകൊണ്ടാണ് ഹജ്ജിന് പോയത്. അന്നുണ്ടായിരുന്ന പായക്കപ്പലിൽ സൗജന്യമായി അവരെ കൊണ്ടുപോയ കാരണത്താൽ അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റി. ആ പ്രാവശ്യത്തെ ഹജ്ജ് കഴിഞ്ഞു പോവുകയും അടുത്ത പ്രാവശ്യത്തെ ഹജ്ജ് വരെ മക്കയിൽ താമസിക്കുകയും ചെയ്തു അവർ രണ്ടുപേരും. ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ തങ്ങൾ ഹറമിൽ ഇത്തിക്കാഫിരിക്കുകയും എൻ്റെ പിതാവ് ഒരു തരം അപ്പത്തിൻ്റെ കച്ചവടം നടത്തുകയും ചെയ്തു. എന്നും നോമ്പുകാരനായിരുന്ന ഷെയ്ഖ് ഹസൻ മുസ്ലിയാർക്ക് നോമ്പ് തുറക്കുവാനുള്ള വക പിതാവായിരുന്നു കൊണ്ടുപോയി കൊടുത്തിരുന്നത്. അടുത്ത ഹജ്ജിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ തിരിച്ചു പോന്നു. മഹാനായ ഷെയ്ഖ് ഹസൻ തങ്ങളോടൊപ്പം പലപ്പോഴും സഹവസിക്കുവാനും പല വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുവാനും എനിക്ക് ഇടയുണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ കണ്ടുമുട്ടിയത് അതിൽ പ്രമുഖനായ ആൾ മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ തന്നെയാണ്. എൻ്റെ 13ാമത്തെ വയസ്സിൽ മഹാനവറുകൾ കണ്ടുമുട്ടിയപ്പോൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹം വന്ന കുടുംബത്തിലെ പെണ്ണുങ്ങൾ മുസ്ലിയാർ ദുആ ചെയ്യണം എന്ന് പറഞ്ഞത് കേൾക്കാനാണ് ഞാൻ അവിടെ എത്തിയത്. ഉടനെ CM വലിയുള്ള പ്രാർത്ഥിച്ചു, അള്ളാഹു നമ്മളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കട്ടെ. അതിന് ആമീൻ പറയുവാൻ എനിക്ക് അവസരമുണ്ടായി. വളരെ സന്തോഷപൂർവ്വം ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് പല ഘട്ടങ്ങളിലായി മഹാനവറുകളെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. സുദീർഘമായ അവരുടെ ചരിത്രങ്ങൾ പറയുവാൻ ഈ വേദി ഇപ്പോൾ അനുയോജ്യമല്ലെന്ന് തോന്നുന്നു. എനിക്കുണ്ടായ നിരവധി അനുഭവങ്ങൾ അവസരമുണ്ടെങ്കിൽ പിന്നീടും നമുക്ക് പങ്കുവെക്കാം. ഞാൻ ഓർമ്മിക്കുന്ന ഏറ്റവും അത്ഭുതകരമായൊരു സംഭവമാണ് കോഴിക്കോടിനടുത്ത് പന്തീരാങ്കാവിൽ ഒരു മതപ്രസംഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോയ ചരിത്രം. വാലിത്തറയും ഞാനും അവിടെ 7 ദിവസം പ്രസംഗത്തിനുണ്ടായിരുന്നു. അവരറിയാതെ കർക്കിടക മാസത്തിലേക്ക് എത്തിപ്പോയ ആ പ്രസംഗ പദ്ധതി മഴയുടെ കാഠിന്യത്താൽ നിർത്തിവെക്കണമെന്ന അഭിപ്രായം ഉണ്ടായപ്പോൾ അവരുടെ ഖാളി അവരോട് പറഞ്ഞു, CM വലിയുള്ളയോട് നമുക്ക് പറഞ്ഞു നോക്കാം, മഴയ്ക്ക് എന്തെങ്കിലും അറുതി വരുത്താൻ മഹാനവറുകൾക്കല്ലേ കഴിയൂ. അവരുടെ അഭിപ്രായം തികച്ചും ഉചിതമായിരുന്നു. കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിൽ മഹാനവറുകളെ കാണാൻ ചെന്ന അവരോട് എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം CM വലിയുള്ള ചോദിച്ചത്, നിങ്ങൾ മതപ്രസംഗമല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ, മഴ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു. അവർ മറുപടി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മതപ്രസംഗമാണ് തീരുമാനിച്ചത്. എങ്കിൽ പ്രസംഗം നടത്തിക്കൊള്ളൂ, മഴയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ 2 ദിവസത്തെ
പ്രസംഗത്തിന്. ആ പ്രസംഗത്തിന് വേണ്ടി മാത്രം മഴ നിന്ന സംഭവമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അതിൻ്റെ മുമ്പും പിമ്പും തോരാത്ത മഴയായിരുന്നു. ഈ 2 ദിവസങ്ങളിലും പ്രസംഗത്തിന് വേണ്ടി മാത്രം മഴ മാറി നിന്നു എന്നതാണ്. പിന്നീട് വയലുത്തറയുടെ പ്രസംഗത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ആ 5 ദിവസവും ഇത് തന്നെയായിരുന്നു അനുഭവം. പരിപാടി വളരെയധികം വിജയിക്കുകയും എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ചെയ്ത ഒരനുഭവമായിരുന്നു അത്. മറ്റൊരനുഭവമാണ് ഞാൻ ദ്വീപിൽ കോളേജിൽ ജോലി ചെയ്യുമ്പോഴുണ്ടായ ഒരു സംഭവം. CM വലിയുള്ള എന്നോട് വലിയ പെരുന്നാളിന് നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു. മഹാനവറുകൾ പറഞ്ഞു എന്നതുകൊണ്ട് ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ദ്വീപിനെ പിടിച്ചുകുലുക്കുന്ന വിധത്തിലുള്ള മഴയും കടൽക്ഷോഭവുമായിരുന്നു അവിടെ. പോരാനായ സമയത്ത് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന്. അവരത്ഭുതപൂർവം പറഞ്ഞു എങ്ങനെ പോകുവാനാണ്? ഞാൻ പറഞ്ഞു അവസരമാകുമ്പോൾ അതിന് സൗകര്യപ്പെടും. തലേന്ന് രാത്രി ഞാൻ ഷെയ്ഖുനയോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ഷെയ്ഖുന എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വരണമെങ്കിൽ കടൽ ശാന്തമാകണം, മഴ നിൽക്കണം, അതവിടുന്ന് ചെയ്തു തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും പറഞ്ഞ പോലെ മഴ നിൽക്കുകയും ചെയ്തു. ഞാൻ കപ്പലിൽ കയറുന്നത് വരെ മഴ നിന്നു. കപ്പലിൽ കയറിയ ഉടനെ വീണ്ടും മഴ ആരംഭിച്ചു. കഠിനമായ തിരമാലകൾ അലയടിക്കുന്ന കടലിലൂടെയാണ് ഞാൻ കൊച്ചിയിലെത്തിയത്. അങ്ങനെ കൊച്ചിയിൽ ഇറങ്ങാനായപ്പോൾ വീണ്ടും മഴ ശമിച്ചു. മഹാനവറുകളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അവിടുന്ന് ഇങ്ങോട്ട് പ്ലെയിനുണ്ടോ എന്ന്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ആ ചോദ്യം. അങ്ങനെ ജീവിതത്തിലെ 2 മഹാസംഭവങ്ങളെയാണ് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത്. അവസരം വരുമ്പോൾ ഞാൻ വീണ്ടും അവിടുത്തെ ചരിത്രത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു മഹാവ്യക്തിയാണ് ആലുവായി അബൂബക്കർ മുസ്ലിയാർ. CM വലിയുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ആലുവായി അബൂബക്കർ മുസ്ലിയാർ നമ്മൾ കരുതുന്ന പോലുള്ള ഒരു മനുഷ്യനല്ല. നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ വലിയ ആളാണ് അദ്ദേഹം. ഒരേ സമയത്ത് ആലുവായിലും അതേ സമയത്ത് തന്നെ മഞ്ഞപ്പെട്ടിയിലും അദ്ദേഹത്തെ കാണാം. അങ്ങനെ CM വലിയുള്ളയുടെ നാവിൽ നിന്ന് കേട്ട അദ്ദേഹത്തെ കാണാൻ വലിയ താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ കോളിക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് മഹാനവറുകൾ അവിടെ എത്തുകയാണ് ചെയ്തത്. വിനീതനായ എനിക്ക് കണ്ടുമുട്ടുവാനായിരിക്കാം മഹാനവറുകളുടെ വരവ്. പൂനൂരിലെ ഒരു പ്രമുഖ വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടി ഒരു പിരിവിന് വേണ്ടിയാണ് അവിടെ എത്തിപ്പെട്ടത്. ACS വീരാൻ മുസ്ലിയാർ എന്ന എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പൂനൂരിലെ ആ പൗരമുഖ്യനെ കണ്ടുമുട്ടാൻ നല്ലത് എൻ്റെ കൂടെയാണെന്ന് ACS വീരാൻ മുസ്ലിയാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങോട്ട് വന്നത്. വളരെയധികം ആഹ്ലാദത്തോടെ ഞാൻ വന്നു. കാറിൽ കയറി നോക്കുന്ന സമയത്ത് മഹാനവറുകൾ നമ്മോട് മുഖം തരികയോ കൈ തരികയോ ഒന്നും ചെയ്യുന്ന അവസ്ഥയിലല്ല. ഏതോ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് വളരെയധികം ബഹുമാനത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ ആ കൈകൾ ആ സീറ്റിൽ വെച്ച അപ്പടി തന്നെ
ചുംബിക്കുകയും മഹാനവറുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അല്പം ഒന്നിച്ച് യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടായി എന്നത് മാത്രമാണ് മിച്ചമുണ്ടായത്. ആ പരിപാടി അവർക്ക് വിജയിച്ചില്ലെങ്കിലും ഉണ്ടായത് മഹാനവറുകളെ എനിക്ക് കാണുവാനുള്ള അവസരം കിട്ടി എന്നതാണ്. ജീവിതത്തിലെ ഞാൻ കണ്ട അതിപ്രമുഖനായ മറ്റൊരു മഹാനാണ് വടകര മുഹമ്മദാജി തങ്ങൾ. വളരെയധികം സ്നേഹം എന്നോട് പ്രകടിപ്പിച്ചിരുന്ന മഹാനവറുകൾ വല്ലാത്ത അത്ഭുതങ്ങൾ കാണിച്ച ഒരാളായിരുന്നു. കോളിക്കൽ AP ഉസ്താദ് അവർകൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ അവിടെ എത്തുന്നത്. തഫ്സീറാണ് ദർശനം നടത്തുന്നത്. മഹാനവറുകൾ വന്നപ്പോഴേക്കും AP ഉസ്താദ് എഴുന്നേറ്റ് അവരെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അവിടെ വന്നിരുന്നു കൊണ്ട് എന്തെല്ലാമോ അവർ സംസാരിച്ചു. എന്തെല്ലാമാണെന്ന് ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. മഹാനവറുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രസിദ്ധമായ ഒരു ചരിത്രമാണ് തീവണ്ടി നിന്നുപോയി എന്നത്. ഒരിക്കൽ എങ്ങോട്ടോ യാത്ര ചെയ്യാൻ വേണ്ടി തീവണ്ടിയിൽ 1-ാം ക്ലാസ്സിൽ കയറിയിരുന്ന അദ്ദേഹം ടിക്കറ്റ് ചോദിച്ചവരോട് കൈ മടക്കി കാണിക്കുകയാണ് ചെയ്തത്. അവരിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തീവണ്ടിയിൽ നിന്നിറങ്ങി അടുത്തൊരു പള്ളിയിൽ പോയി കിടന്നു. മഹാനവറുകൾ പോയ ശേഷം ട്രെയിൻ കൂകി വിളിച്ചു പോകുവാനുള്ള സന്നാഹമായി. എന്നാൽ വണ്ടി അനങ്ങുന്നില്ല. അവർ പഠിച്ച എല്ലാ പണിയും നോക്കി. പക്ഷേ എഞ്ചിന് യാതൊരു കേടുമില്ല. പോകുന്നതിന് യാതൊരു തടസ്സവും കാണുന്നില്ല. പിന്നീട് എന്തു പറ്റി? അത്ഭുത പരതന്ത്രരായ അവരോട് മഹാനവറുകളെ അറിയുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇറക്കിവിട്ട ആ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. മഹാനവറുകൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ഈ വണ്ടി പോവുകയില്ല. അവരിറങ്ങി ചുറ്റുപാടും പരതിയപ്പോൾ ഒരു പള്ളിയിൽ വളരെ അന്തസ്സായി കാലിന്മേൽ കയറ്റി കിടക്കുന്ന രംഗമാണ് കണ്ടത്. അവർ ചെന്ന് നിർബന്ധിച്ചപ്പോൾ കൂടെ വന്നുകൊണ്ട് വണ്ടിയെ ഒന്ന് തട്ടി പോകാം എന്ന് പറയലോടുകൂടി വണ്ടി സ്റ്റാർട്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചവർ മാപ്പ് പറഞ്ഞു. വണ്ടി യാത്രയായി. ഈ സംഭവം വളരെ പ്രശസ്തമാണ്. രണ്ടാമതായി അവരെ സംബന്ധിച്ച് പറഞ്ഞു കേട്ട ഒന്ന്, തൻ്റെ മൂരിയെ കാണാതെ പോയ ഒരാൾ മഹാനവറുകളുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇളക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക, ബസ്സിൽ കയറുക എന്ന് പറഞ്ഞു. അദ്ദേഹം അതുപോലെ വയറിളക്കി ബസ്സിൽ കയറി. കുറെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായും കക്കൂസിലിരിക്കണം. കണ്ടക്ടറോട് കാര്യം പറഞ്ഞു. ബസ്സിൽ നിന്നിറങ്ങി ഓടി അടുത്ത പറമ്പിൽ പോയി ശോധനയ്ക്കിരുന്നപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ കാണുകയാണ്, അദ്ദേഹത്തിൻ്റെ മൂരി അവിടെ പറമ്പിൽ ഭക്ഷിക്കുകയാണ്. പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്ന മൂരിയെ കണ്ട അദ്ദേഹത്തിന് മനസ്സിലായി, മഹാനവറുകൾ പറഞ്ഞ വാക്കാണ് ഈ പുലരുന്നതെന്ന്. അദ്ദേഹം ശൗച്യം ചെയ്തതിൻ്റെ ശേഷം മൂരിയെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങിപ്പോയ അത്ഭുത കഥയാണ് മഹാനവറുകളെ പറ്റിയുള്ള രണ്ടാമത്തെ കഥ. വേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ വീണ്ടും ഞാൻ തുടരുന്നില്ല. ഞാൻ കണ്ടുമുട്ടിയ വളരെ പ്രഗത്ഭനായ മറ്റൊരു മഹാൻ പടിഞ്ഞാറങ്ങാടിയിലെ ചിയ്യാമു മുസ്ലിയാരാണ്.
ചിയാമുസ്ലിയാരുടെ അടുക്കലേക്ക് ഞാൻ പോകുവാനുണ്ടായ കാരണം എൻ്റെ ഭാര്യ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു രോഗം കാരണമായി അല്പം വെള്ളം മന്ത്രിക്കുവാൻ എൻ്റെ കയ്യിൽ തന്നയച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ പഠിക്കുകയാണ്. പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പടിഞ്ഞാറങ്ങാടിയിലെത്തുന്നത്. നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ചായയും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പുട്ടും വാങ്ങി കാണാൻ വേണ്ടി പോകുമ്പോൾ അവരിയ്ക്കുന്ന വീടും കഴിഞ്ഞ് അല്പം മുന്നോട്ട് നടന്നുപോയി. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, മഹാനവറുകളുടെ വീട് ഇതാണ്. ഞാൻ തിരിച്ചു പോന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കണ്ണു കാണാത്ത അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, നിനക്ക് നാവില്ലേ ചോദിക്കാൻ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. കണ്ണ് കാണില്ല എന്ന് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാകുന്ന അവർ എന്നെ എങ്ങനെ കണ്ടു? കുറേ സമയം അവരോട് കൂടി ചെലവഴിച്ചപ്പോൾ വെള്ളം മന്ത്രിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, എന്തിനാണ് മന്ത്രിക്കുന്നത്? അതങ്ങനെ തന്നെ അങ്ങ് കുടിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അദ്ദേഹം മന്ത്രിച്ചു തന്നോ ഇല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 10-40 രൂപ എന്നിൽ നിന്ന് 4 പ്രാവശ്യമായി അദ്ദേഹം വാങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഉസ്താദേ, ശൈഖുന, നമ്മൾ അദ്ദേഹത്തോട് കൂടുതൽ പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിയാമുസ്ലിയാർ പറയുന്നു, അവൻ ഇന്ന ആളാണ് കോഴിക്കോട്ട് എന്നൊക്കെ എന്നെ പുകഴ്ത്തി പറഞ്ഞ് എന്നോട് ചോദിച്ചു, നിന്റെ നാട് കൊടുവള്ളിയല്ലേ, നിന്നെ ഞാൻ മുന്തിരിവള്ളിയാക്കിത്തരാം എന്ന് പറഞ്ഞു. പലർക്കും ബന്ധപ്പെടാനും അതുവഴി മഹാന്മാരിലേക്ക് എത്തുവാനുമുള്ളൊരു മുന്തിരിവള്ളിയായി ഇന്ന് ഞാൻ നിലകൊള്ളുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ മഹത്തായ വാക്ക് പുലർന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ പല വ്യക്തികളും ഇനിയുമുണ്ട്. അവരിൽ ഒരാളെ ഞാൻ ഓർമ്മിക്കുന്നു. കൊടുവള്ളിയിലൂടെ ഒരു തൊപ്പിക്കൊട ചൂടി പോയിരുന്ന ഒരാൾ. ആരോടും ഒന്നും സംസാരിക്കില്ല. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ശ്രമിച്ചു. ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാനും പിന്നീട് കയറി. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് ചായ കുടിച്ച് മടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി പണം കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നു. എൻ്റെ മനസ്സിൽ ചായ കുടിക്കുമ്പോൾ തലമറച്ചില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെങ്കിൽ തലമറക്കൂലേ എന്നായിരുന്നു അന്നത്തെ എൻ്റെ ചിന്ത. അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴും തലമറച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചാണ് പോരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സംശയത്തിന് മറുപടി പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകമുണ്ടായി. എൻ്റെ സംശയത്തിന് നിവാരണമായി. അദ്ദേഹത്തിൻ്റെ ചായയുടെ പണം കൂടി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ജമീല ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. നോക്കുമ്പോൾ മഹാനവറുകളെ കാണുന്നില്ല. ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ കൂടിയ ആളുകളോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഇവിടുന്ന് പോയില്ലേ? അവർ പറഞ്ഞു, അതാ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. പക്ഷേ വളരെ ദൂരം നടന്നു പോയിട്ടും അദ്ദേഹത്തെ കണ്ടില്ല. അത് രണ്ടാമത്തെ ഒരു വിസ്മയമായി എന്നിൽ നിലകൊണ്ടു. അങ്ങനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് മഹാന്മാരുണ്ട്. അവരെയൊക്കെ തുടർന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. അള്ളാഹുവിൻ്റെ മഹാത്മാക്കളായ ആളുകളെ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും ആഹ്ലാദജനകമായ ഒരു കാര്യമാണ്. അവരുടെ പ്രാർത്ഥനയിലും നോട്ടത്തിലും
ഉൾപ്പെടുവാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമായി നമുക്ക് കരുതേണ്ടതുണ്ട്. നിസ്കരിക്കുന്നതായി ആരും കാണാത്ത ആ മനുഷ്യൻ അർദ്ധരാത്രികളിൽ ഓവുചാലിൻ്റെ മുകളിൽ നിന്ന് നിസ്കരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. രാത്രികളിൽ മാത്രം ആരാധന കാണപ്പെട്ടിരുന്ന അദ്ദേഹം പകൽ നിസ്കാരം കാണപ്പെടാത്ത ആളായിരുന്നു എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അവരെ കാണുമ്പോൾ മഹാനായ ഉവൈസുൽ ഖർണിയെയാണ് എനിക്ക് ഓർമ്മ വരിക. എന്തുകൊണ്ടാണ് അതെന്ന് ഇന്നും എനിക്കറിയില്ല. ഏതായാലും അതുപോലുള്ള മഹാത്മാക്കളുമായി ബന്ധപ്പെടുവാനും അവരുടെ സ്നേഹം കൈപ്പറ്റാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.